എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മട്ടൺ കറിയാണ്. അപ്പൊ വീട്ടില് എങ്ങനെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള മട്ടൺ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മട്ടൺ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിപ്പോൾ 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചതാണ്, പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെപ്പറാണ്, ക്രഷ്ഡാണ്. കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ചേർക്കുക, എരിവിനനുസരിച്ചിട്ട്. ഇപ്പം ഞാൻ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ആദ്യം മട്ടൺ വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് മട്ടൺ ഇട്ടിട്ടുണ്ട്. ഇത് 3 പച്ചമുളകാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് സവാള വഴറ്റിയെടുക്കുമ്പം ചേർക്കാം. ഇപ്പം ഞാൻ 3 എണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഇപ്പം ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പം. മസാലകൾ, മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള ഒന്നും ചേർക്കുന്നില്ല, കാരണം ഒരു പച്ച ചുവയ്ക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവണമെന്നില്ല, ഒരു 75% വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ഈ സവാളയിലൊക്കെ കിടന്ന് വെന്ത് കിട്ടുമ്പോഴാണ് ഈ പീസിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരിക. അതുകൊണ്ട് ഒരു 75% നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് എടുക്കാം കുക്കറിലിട്ട്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് സവാളയൊക്കെ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കുകയാണ്. ഈ സവാളയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ടീസ്പൂൺ നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3ഉം കിടന്ന് നന്നായിട്ട് കളറ് നന്നായിട്ട് മാറി വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു മധുരം വരും. അതുകൊണ്ട് നന്നായിട്ട് കളറ് മാറി വരണം. അപ്പോൾ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി, കണ്ടില്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടിക്കാണ് ഏറ്റവും ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു സ്മെല്ല് മാറി വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ചേർത്ത് കൊടുക്കാം. അവസാനം മാത്രമേ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം മുളക് പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകുക. അപ്പോൾ അതുകൊണ്ട് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എല്ലാ മസാലയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടന് നമ്മൾ വേവിക്കുമ്പോൾ വേറെ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ബാക്കി കൂടെ വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി പോരാ, മട്ടൻ കുറച്ചുകൂടി വേവാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ച് എടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മട്ടൻ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. അവസാനം ലാസ്റ്റ് ഇതൊക്കെ ചേർക്കുന്നത് ആ സ്മെല്ല് അതേപോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മട്ടൻ കറി റെസിപ്പി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.